ഹലോ ജോസഫേട്ടാ, ആളെത്തിയോ? അവിടെ കാണാൻ നീ ക്യാൻറ്റീനിൽ പോയി നോക്കൂ കൊച്ചേ. ആ ഓക്കെ, ഞാൻ നോക്കട്ടെ. ഹാവൂ, എത്തിയുണ്ട് ജോസഫേട്ടാ. താങ്ക് യു. വെൽക്കം. ഗണേശേട്ടാ. சொல்லுங்க. അപ്പൊ ഗണേശനോ? അവൻ എന്നോട് പറയാതെ തിരിച്ചു തമിഴ്നാടിന് പോയി മോളെ. എനിക്ക് എന്തൊരു വിഷമമായെന്നറിയാവോ? അയാളുടെ ഒരു വിഷമോ? ഞാൻ ഓവർ ബിൽഡപ്പ് കൊടുത്തതിന്റെ ഫലത്തിൽ ഒരാൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, എൻ്റെ MD. ആ പാവത്തിനോട് ഞാൻ എന്താ പറയാ? സാൻഡ്വിച്ച് ഇരിപ്പുണ്ട്. എവിടുന്ന് വാങ്ങിച്ചത്? വാങ്ങിച്ചല്ല, ഞാൻ ഉണ്ടാക്കിയത്. അയ്യോ, എന്റെ പണി പോയി. എന്താ ലക്കി പറഞ്ഞ ആളിതാണോ സാർ? തൽക്കാലം ഇതാണ് സാർ ആള്. നമസ്തേ, ജോസഫ്. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. സാധ്യത കളിക്കളയാൻ പറ്റില്ല, ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. തമാശയാണോ? അതൊക്കെ ഈ ഓഫീസിന് പുറത്ത് മതി കേട്ടോ. ഇവിടെ നല്ല ഫുഡ് ഉണ്ടാക്കുക, അത് തന്നെ പണി. എന്താ കഴിക്കാനുള്ളത്? സാൻഡ്വിച്ച് ഉണ്ട് സാർ, വെജും നോൺ വെജും. പെട്ടെന്നായതുകൊണ്ട് നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്താലോ? സാറ് കഴിച്ചോളൂ, എനിക്കിപ്പോൾ വിശക്കുന്നില്ല. ലക്കി, നമ്മളെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ആളുടെ നമ്പർ തന്നെ ഉണ്ടോ? അവനെ വിളിച്ചിട്ടേ ഇത് കഴിച്ചിട്ട് നല്ല ഫുഡ് എന്നാന്ന് അറിയട്ടെ. നന്നായിട്ട് അടിപൊളി. ശരിക്കും ഈ ആഹാരം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പണ്ടത്തെ ആൾക്കാർ പൊതുവെ പറയുമല്ലോ, ഒരാളുടെ മനസ്സിൽ കയറാനുള്ള ഏറ്റവും നല്ല വഴി ആമാശത്തിൻ്റെ കൂടെയാണത്. ഞാൻ സാറിന് ആമാശം കയറിയിരിക്കും. ആ, ബോംബെ സാൻഡ്വിച്ച് എന്നൊരു സാധനമുണ്ട്, ഗംഭീരവാ. നാളെ ഞാൻ ഉണ്ടാക്കി തരാവേ. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ഇതാ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആളല്ലേ? ആണെങ്കിൽ ഞാനിപ്പോൾ MD പറഞ്ഞു കൊടുക്കും. അതൊക്കെ നിന്റെ ഇഷ്ടം. അതിനു മുമ്പേ പാപ്പാൻ്റെ സ്തുതി ഗുണ്ടകളെ കാണിച്ച് പേടിപ്പിക്കുക. ഇത് നോക്കിയേ. അയ്യോ, ഇതൊരു ഫ്രഷ് ഐഡിയ ആണ്. പക്ഷെ വൺസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കൂണ് പോലെ മറ്റുള്ളവരും തുടങ്ങും. പിന്നെ നമുക്കെങ്ങനെ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ കഴിയും? സാർ അത് പിന്നെ അതിപ്പങ്കിൾ ഏതൊരു ഐഡിയ പുതിയതായിട്ട് വന്നാലും അത് കോപ്പി അടിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. അതിപ്പോൾ ബിസിനസ് ആണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും. പക്ഷേ നമ്മുടെ ഈ പ്രോഡക്റ്റിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്രൗണ്ട് ലെവലിൽ മാർക്കറ്റ് ചെയ്യും. അതായത് നമ്മുടെ ബ്രാൻഡ് നെയിം ആൾക്കാരുടെ മനസ്സിൽ പതിയുന്നത് പോലെ മാർക്കറ്റ് ചെയ്യും. ഫ്രം പേപ്പർ ആഡ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സാർ, നമ്മൾ മാർക്കറ്റിലെത്തിയതിന് ശേഷം സാർ പറഞ്ഞതുപോലെ ഒരുപാട് ബിസിനസ്സുകാർ നമ്മളെ കോപ്പി ചെയ്തെന്നിരിക്കാം. പക്ഷേ നമ്മുടെ പ്രോഡക്ട്സ് അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മുടെ ഷോറൂം തീം നമ്മൾ ഡെയിലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കൈൻഡ് ഓഫ് വിഷ്വൽ മെർച്ചൻഡൈസിങ്. യെസ്, അത് മാത്രമല്ല നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ടത് ലോ കോസ്റ്റിൽ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യും. അപ്പം ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കാലം എടുക്കും ബ്രേക്ക് ഇവൻ ആകാൻ? അതൊരു 6 months. ഓ, എത്രയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? സാർ ഒരു 15 lakhs. വാട്ട്? എന്തൊരു സാർ? ഹേയ്, നത്തിങ്. ഐ തോട്ട് മോർ ദാൻ എ ക്രോർ. ഇതൊരു ചെറിയ തുകയല്ലേ? സാം, യു ആർ എൻ IIM ഗ്രാജുവേറ്റ്, റൈറ്റ്? യെസ് സാർ. ഇതിനു മുമ്പ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ടില്ല? ഇല്ല. തോന്നി. തനിക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ടാണ്. യു ക്യാൻ ഗെറ്റ് 50 to 60 lakhs ഫ്രം എനി ബാങ്ക്. തന്നെ പോലെ പുത്തൻ ഐഡിയ ഉള്ളവർക്ക് വേണ്ടി ഗവൺമെൻറ് പല ലോണുകളും നാഷണലൈസ്ഡ് ബാങ്ക് വഴി കൊടുക്കുന്നുണ്ട് വിത്ത് വെരി ലോ ഇൻട്രസ്റ്റ്. പല പദ്ധതികളും ഫേം സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് അടച്ചാലും മതി. സാർ, ആക്ച്വലി ആദ്യമായിട്ടാണ്
1 crore താഴെയുള്ളൊരു ബിസിനസ് ഐഡിയ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പണ്ട് ഞാനും തന്നെ പോലെ ഇതുപോലെ ഒരുപാട് പേരുടെ പുറകെ നടന്നിട്ടുള്ള ആൾ. ആ കഷ്ടപ്പാട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ പ്രോജക്റ്റിന് ഇൻട്രസ്റ്റഡ് ആണ്. ദിവ്യ, 2 ദിവസത്തിനകം ലോയറുമായിട്ട് എന്നെ മീറ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റേഷൻ ഫോർമാലിറ്റി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം എമൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവും. താങ്ക് യു അങ്കിൾ. അപ്പോൾ സാം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആ ഏരിയയിലൊരു കൗണ്ടർ വന്ന രസമായിരിക്കും അല്ലേ? അപ്പൊ സാമിന് ഇതറിയില്ലേ? അവന് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. എന്തുറ്റാ? എടാ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം നിനക്ക് അറിയോ? മീനാക്ഷി അല്ലേ? അതെ. അത് ഞാൻ നിന്റെ FB ചെക്ക് ചെയ്തപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. ആഹാ, എന്നിട്ട് നീ എന്താ അതിനെപ്പറ്റി ഒന്നും ചോദിക്കായിരുന്നു? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ചോദിച്ചിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഓടിയായിരുന്നു, അങ്ങനെയൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ഇപ്പെന്താ പ്രശ്നം? വേറെ ഒന്നല്ല, അവളിപ്പോ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് മുംബൈയിലാണ്. ആ, ഒരാഴ്ച എന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പൊ 1 മാസമായി. ഞങ്ങൾ തമ്മിൽ ഇത്രയും നാള് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഓ അത്രേ ഉള്ളൂ. എന്താ ഇത്ര ഡിലേ ആവുന്നേ? അവൾക്കിപ്പോ ഒരു അടുത്ത വർക്ക് എന്തോ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, മീനാക്ഷി തിരിച്ചു വരും. നമുക്ക് ഇതുപോലെ ഒരു പാർട്ടി കൂടെ നടത്താം. ഓക്കെ. ആ, ഇതേതാടാ സ്ഥലം? ഇതാണ് നീ നിന്റെ ആദ്യത്തെ ബിസിനസ് തുടങ്ങാൻ പോകുന്ന സ്ഥലം. എങ്ങനെയുണ്ട്? എന്താണ് ആശിയെ? അത് തന്നെ കൊടുക്കണോട്ടോ, കേട്ടാ? പൈസയായിട്ട് എന്തായാലും ഇത് തന്നെ ബുക്ക് ചെയ്യാലോ. ഇനി ശരിക്കും ഇരിച്ചോട്ടോ. ഹായ് ഹായ് ഹായ്. വിശക്കുന്ന ഇങ്ങോട്ട് പോയി തിന്നു. എന്ത് കിട്ടാലും തിന്നോളണം. എവിടെ എവിടെ കൈയിട്ട് വരലടി ചേച്ചി, എല്ലാരും കഴിക്കാനുള്ള തരാന്ന് കൈയാണിക്കേ. തുറക്കണം തുറക്കണം. അവള് കഴിക്കില്ല, അവള് വെജിറ്റേറിയൻ ആണ്. എനിക്കും വേണം.